കായംകുളം നഗരസഭയിലെ 32ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. സ്വാമി സത്യാനന്ദ ഗുരു ആശ്രമത്തിലായിരുന്നു ദിനാചരണം നടത്തിയത്. കായംകുളം ചിറക്കിടവം സ്വാമി സത്യാനന്ദ ഗുരു ആശ്രമത്തിൽ വെച്ച് കായംകുളം നഗരസഭയിലെ 32ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടന്നു. വാർഡ് വികസന സമിതി പ്രസിഡന്റ് രാജേഷ് കൊച്ചയ്യത്ത് അധ്യക്ഷത വഹിച്ചു. യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ആർട്ട് ഓഫ് ലിവിംഗ് യോഗ അധ്യാപകൻ ശങ്കരൻകുട്ടി നിർവഹിച്ചു. ഇതൊരു ആഹ്വാനമാണ്. യോഗാ ദിനം ആരംഭിക്കുമ്പോൾ ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യം ഉണ്ടെന്നുള്ളത് തലമുറയെ ബോധ്യപ്പെടുത്താം. അതുപോലെ യോഗയെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമേ ഈ ദിനത്തിൻ്റെ ഉദ്ദേശം. യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ശാസ്ത്രമാണ്, സയൻസാണ്. അതിൻ്റെ വേരുകൾ തേടി പോകുമ്പോഴാണ് നമ്മൾ ആധ്യാത്മികതയിലോട്ട് ചെല്ലുന്നത്. പലരും ഒരു തെറ്റിദ്ധാരണയിൽ കുരുങ്ങി കിടക്കുകയാണ്. യോഗ എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു അഭ്യാസം അല്ലെങ്കിൽ ഒരു വ്യായാമം, അതിൽ മാത്രം ഒതുങ്ങി കാണുന്നവരുണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ പറയാൻ കാരണം? അവർ യോഗ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. യോഗ എന്നല്ലേ അത് ആ പദത്തിന് യോഗ. യോഗ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ വാക്കിൻ്റെ അർത്ഥം സംഗമം എന്നാണ്. സംഗമം, കൂടിച്ചേരുക. അപ്പോൾ ഏതൊക്കെ തമ്മിലൊന്ന് കൂടിച്ചേരണം, എവിടെയാണ് കൂടിച്ചേരേണ്ടത്, എന്തൊക്കെയാണ് കൂടിച്ചേരേണ്ടതെന്ന് ആൾക്കറിയില്ല. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടന അടക്കം ഈ ലോകത്തുള്ള ബുദ്ധിമാന്മാരും നിരീശ്വരവാദികളും യുക്തിവാദികളും അടക്കം അംഗീകരിച്ചിട്ടുണ്ട് യോഗ ഒരു നല്ലതാണെന്ന്. എന്തുകൊണ്ടാണ്? ഇതൊരു ശാരീരികമായിട്ടുള്ള മാത്രമല്ല, മാനസികമായ വളർച്ചയും നമുക്കുണ്ടാകും. മനസ്സാണല്ലോ സർവ്വ ദുഃഖങ്ങളുടെയും കാരണം, അല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ? അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയില്ലേ. പക്ഷേ ഈ കൊച്ചുകുട്ടി പിറന്നു വീണ കൊച്ചുകുട്ടിക്ക് ഒരിക്കലും കോപമില്ലായിരുന്നു. അത് ആ കരച്ചിൽ കരഞ്ഞുകൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ചിരിക്കുന്നു. ഒരു കാര്യവുമില്ലാതെ ചിരിക്കുന്നു കൊച്ചുകുട്ടി, ശരിയല്ലേ? കൈകാലത്തടിക്കുന്നു, ചിരിക്കുന്നു. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അതങ്ങ് തുടർന്നുകൊണ്ടിരുന്നു. ഒരു പരിധിയെ വളർച്ച കഴിയുമ്പോഴത്തേക്കും പ്രകൃതിയെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ നോക്കും, അല്ലേ? കണ്ണിൽ ശബ്ദത്തിൻ്റെ പുറകെ പോകും, നിറങ്ങളുടെ പുറകെ പോകും. കുട്ടിയുടെ വളർച്ച ഞാൻ പറയുന്നത്. അങ്ങനെ കുഞ്ഞു വളർന്ന് അതിൻ്റെ ബുദ്ധി കുറച്ചുകൂടെ വികാസമാകുമ്പോഴത്തേക്കും. സുരേഷ് ആലയ്ക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. രാജേഷ് ആലയ്ക്കൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിന് ധന്യ സുജിത്ത് നന്ദി പറഞ്ഞു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കൃഷ്ണപുരം.